محمد نبينا وأمه آمنة. محمد نبينا وأمه آمنة. وأبوه عبد الله مات ومرآه. وأبوه عبد الله مات ومرآه. فقد أتى يتيما وجده ربه. مات ومرآه. فقد أتى يتيما وجده ربه. الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق. والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق. ونورا به الاقتداء يليق. وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق وسعدوا في مناهج الصدق بالتصديق. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഏറ്റവും ആദരണീയരായ ഉലമാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, SYSന്റെയും SSFന്റെയും കർമ്മധീരരായ പ്രവർത്തകരെ, കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കളെ, വിശുദ്ധ റമദാൻ, വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ മുദ്രാവാക്യവുമായി പ്രമേയവുമായി സംഘടിപ്പിച്ചിട്ടുള്ള വൈജ്ഞാനിക വിരുന്നിൽ ഒന്നാമത്തെ ഊഴം നാം പങ്കിടുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ ജന്നാത്തുൻ നഈമിൽ റയ്യാൻ എന്ന വാതിലിലൂടെ കടക്കുന്ന യഥാർത്ഥ സ്വാഇമീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷണത്തിൻ്റെ തുടക്ക ദിവസം നമുക്കും മരിക്കണം എന്നാണ് സംഘാടകർ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ മാനുഷിക കുലത്തിന് വളരെ ചിന്തനീയമായ നിരവധി അധ്യായങ്ങൾ ലോകത്ത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കേവലം ഒരു ചീട്ടുകൊട്ടാരത്തിൽ മയക്കിക്കിടത്തി ചില സീസണുകൾ വരുമ്പോൾ മാർദ്ദവമായ ഭാഗത്ത് തടവിക്കൊടുത്ത് അടങ്ങിക്കിടന്നോളൂ എന്ന് പറഞ്ഞ് മരവിച്ച ബുദ്ധിയുമായി, ചലനമില്ലാത്ത മസ്തിഷ്കവുമായി കഴിഞ്ഞുകൂടാൻ പ്രേരിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. ആധികാരിക പ്രമാണമായ വിശുദ്ധ ഖുർആൻ തന്നെ ചിന്തിക്കൂ എന്ന് 200 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ച് മനുഷ്യൻ ചിന്തയുള്ളവനാകണം എന്ന് വ്യക്തമായി പഠിപ്പിച്ച ഒരു മാനിഫെസ്റ്റോ ആണ്. നമുക്കറിയാം, മോഡേൺ ഫിലോസഫർ മനുഷ്യന് കണ്ട ഡെഫിനിഷൻ മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ എന്നാണ്. മനുഷ്യനൊരു ചിന്തിക്കുന്ന മൃഗമാണ് എന്നാണ്. ചിന്തിക്കുക എന്ന വിശേഷണം അവനിൽ നിന്ന് ഊരപ്പെട്ടാൽ മൃഗതുല്യമായ സ്ഥാന അവരോഹണമാണ് മനുഷ്യന് സംഭവിക്കുക.
ഇത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നതിന് നിർവചനം ആധുനിക തത്വചിന്തകൻ കാണുന്നതിന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. നാളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിൽ ഏറെ പേർക്കും ഉള്ള വിശേഷണം അവർക്ക് കൽബുകളുണ്ട്, പക്ഷേ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്താശൂന്യമായ നിലപാടെടുക്കുന്ന ആളുകൾ ഉലൈക കൽ അൻആം, ദേ ആർ ലൈക്ക് ആനിമൽസ്, അവര് വലിയ മൃഗങ്ങളെപ്പോലെയാണ്, അവര് മൃഗതുല്യരാണ്. ബൽഹും അദൽ, അതിനേക്കാളും വേസ്റ്റാണ്, വളരെ ചീത്തയായ സാധനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചിന്തയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയ, കേവലം കാടു കയറിയ യുക്തിക്കു പകരം ഭക്തിയോടൊന്നിച്ച യുക്തിക്ക് വലിയ സ്ഥാനം നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആലോചനയ്ക്കും ചിന്തയ്ക്കും വളരെ പ്രാധാന്യം നൽകിയ പരിശുദ്ധ ഇസ്ലാം മാനവകുലത്തിന്റെ ജീവിതം A to Z ചർച്ച ചെയ്യുന്ന അള്ളാഹുവിന്റെ മതം ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. ഈ ലോകം നശ്വരമാണ്, കേവലം ക്ഷണികമായ ഒരു ജീവിതം മാത്രമാണ് ഇവിടെയുള്ളത്. ശാശ്വതമായ ജീവിതത്തിന്റെ ഇടം ഈ ദുനിയാവ് അല്ല. മരിക്കാത്ത ഒരു ജീവിതം മനുഷ്യന് രണ്ടാമതുണ്ട്. പക്ഷേ ഈ ജീവിതത്തിൽ മരണം നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ ഈ ലോക ജീവിതത്തിൽ ചിന്തിക്കാനുള്ളത്, ഈ ലോക ജീവിതത്തിൽ നിന്ന് നാം യാത്രയാകേണ്ടവരാണ് എന്നാണ്. മരണമെന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണവും സലക്ഷ്യമുള്ള വിവരണവും നൽകാൻ എല്ലാ പ്രത്യയശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. അതേസമയം മരണാനന്തര ജീവിതത്തിന്റെ ഇടനാഴികൾ പോലും ചർച്ച ചെയ്ത പരിശുദ്ധ ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ മതം മരണത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ മരണത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്, നാം അറിഞ്ഞതുപോലെ ഉറപ്പുള്ള സംഗതിയാണ് മരണം. എല്ലാവരെയും പിടികൂടുന്ന പ്രതിഭാസമാണ് മരണം. വളരെ അകലെയാണെന്ന ചിന്ത യുക്തിസഹമല്ല. കുല്ലും റിഇം മുശബ്ബഹും ഫീ അഹ്ലി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഇലി. അവന്റെ കാലിൽ ചേർന്നു കിടക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ അവന് സമീപസ്ഥമാണ് മരണമെന്ന പ്രതിഭാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ചിന്തിക്കുകയും ആ യാഥാർത്ഥ്യം എനിക്ക് സമീപിക്കേണ്ടതാണെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഇവിടെ അതിനോട് നീതി പുലർത്താത്ത ജീവിതം നയിക്കാൻ പ്രയാസമാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രം വായിച്ചു നോക്കിയാൽ ആ പത്രത്തിൽ ഒരു ലേഖനമുണ്ട്. അതായത് ഈ ലോകത്ത് മനുഷ്യർ എത്രമാത്രം വഴിതെറ്റി സഞ്ചരിക്കുന്നു എന്നതിന്, അതിനെത്രമാത്രം ഭീകരതയുണ്ട് എന്നതിന് തീർത്തും ഗൗരവമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു ലേഖനം ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സാധാരണ ഇവിടെ ലോകത്ത് പറയാറുള്ളത് അധാർമികതയുടെ കൂത്തരങ്ങായി മാറുന്ന സമകാലീന സാഹചര്യത്തെക്കുറിച്ചും മദ്യത്തിനും മയക്കുമരുന്നിനും ലൈംഗിക അരാജകത്വത്തിനും സാമ്പത്തിക അസമത്വത്തിനും സ്വേച്ഛാധിപത്യത്തിനും ഭീകരതയ്ക്കുമൊക്കെ ഇടം നൽകുന്ന ആനുകാലിക രംഗത്തെക്കുറിച്ച് അതിൻ്റെ യഥാർത്ഥ ക്രിമിനലുകളായ ആളുകളിൽ നിക്ഷിപ്തമായ ആ കുറ്റത്തെ, തെറ്റിനെ കാലഘട്ടത്തിന്റെ പുറത്ത് ചാർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ മഹാന്മാരായ ആലിമീങ്ങൾ ചോദിക്കുന്നത് നഈബു സമാനന വൽ ഐബു ഫീനാ ലൈസ ലിസമാനിന ഐബുൻ സിവാനാ. നമ്മൾ നമ്മുടെ കാലഘട്ടത്തെ ഐബാക്കുന്നു, ആക്ഷേപിച്ച് പറയുന്നു. അതേസമയം കാലഘട്ടത്തിന് നമ്മളല്ലാത്ത ഒരു ഐബ് ലോകത്ത് കാണാനില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഐബ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്. മനുഷ്യൻ അവന്റെ ലക്ഷ്യബോധം വിട്ട് സഞ്ചരിക്കുകയും സാമൂഹിക രംഗത്ത് വളരെയധികം അധപ്പതിക്കുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ കാലത്തെ ആളുകൾ ചീത്ത പറയുന്നു എന്നത് മാത്രം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കുറ്റവാളികളും കാലഘട്ടത്തെ നാം പഴിക്കുന്നതിന് പകരം പഴിക്കേണ്ടതും കാലഘട്ടത്തിന് എന്തെങ്കിലും ഐബുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണക്കാരായി മാറിയതും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അടുത്ത സമയത്ത് മേനകാ ഗാന്ധിയുടെ ഒരു ലേഖനം വായിക്കാനിടയായി. അവർ മനുഷ്യനെ ഒരു ഇമാജിനറി വേൾഡിൽ, ഒരു സാങ്കല്പിക ലോകത്ത് നിർത്തി ആ മനുഷ്യന്റെ ക്രിമിനൽ മൈൻഡ് എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ രംഗം ലേഖനത്തിലൂടെ ഉദാഹരിക്കുകയാണ്. ഡൽഹിയുടെ കേന്ദ്രപ്രദേശത്ത് ഒരു മനുഷ്യനെ കൊണ്ടിരുത്തി അയാളുടെ മുമ്പിൽ ഒരു സ്വിച്ചും ഘടിപ്പിച്ചു. ആ സ്വിച്ചിൽ നിന്ന് ഷോക്ക് അടിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അയാളെ സ്വിച്ചിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ഇയാളുടെ കൈകൊണ്ട് സ്വിച്ച് അമർത്തുമ്പോൾ ഒരു കുട്ടിക്ക്, ഒരു മനുഷ്യപുത്രന് ഷോക്ക് അടിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിച്ചാൽ നിങ്ങൾ ചെറുതായി ഈ സ്വിച്ചിൽ ഒന്ന് അമർത്തുക, ചെറിയ ഷോക്ക് കൊടുക്കുക. വീണ്ടും തെറ്റാവർത്തിച്ചാൽ വീണ്ടും വീണ്ടും ഷോക്ക് കൊടുക്കുക. ഇത് ശാസ്ത്രത്തിന്റെ ഒരു പരീക്ഷണത്തിന് കൂടിയാണ്. നിരീക്ഷണത്തിന് ഒരാൾ അപ്പുറത്തെ ചെയറിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ടുവന്നൊരു കസേരയിൽ ഇരുത്തുകയാണ്. അല്പം കഴിയുമ്പോൾ ഈ കുട്ടിയോട് ചോദ്യം ചോദിച്ചു. കുട്ടി ആ സമയത്ത് ചോദ്യത്തിനൊക്കെ നല്ല മറുപടി പറഞ്ഞു. തെറ്റാൻ തുടങ്ങിയപ്പോൾ ഇയാളെ ഏൽപ്പിച്ച ഷോക്കടിപ്പിക്കൽ എന്ന പണിഷ്മെന്റിന് ഇയാൾ സ്വിച്ച് അമർത്താൻ തുടങ്ങി. ഷോക്കടിച്ച് ഈ കുട്ടി വിറയ്ക്കുന്നത് കണ്ട് ഇടയ്ക്കൊക്കെ എന്തോ ഉയർന്നു വരുന്ന ഒരു മനുഷ്യത്വം കാരണം ഷോക്കടിപ്പിക്കാൻ കൈ അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വന്നപ്പോൾ നിരീക്ഷണത്തിനിരിക്കുന്ന സയൻസിന്റെ ആള് പറഞ്ഞു, സ്വിച്ച് ഇട്ടോളൂ, ഷോക്കടിപ്പിച്ചോളൂ. കേൾക്കേണ്ട താമസം, ശാസ്ത്രത്തിന് വേണ്ടിയാണെങ്കിൽ ഐ ആം റെഡി. സ്വിച്ച് അടിപ്പിക്കുകയാണ്. സ്വിച്ച് അടിച്ച് ഷോക്കടിപ്പിക്കുകയാണ്. അവസാനം ഈ കുട്ടി പിടഞ്ഞ് അബോധാവസ്ഥയിൽ മറിഞ്ഞു വീണ് ആ കുട്ടി ഷോക്കടിച്ച് മാരകമായി പരിക്കേൽക്കുകയാണ്. അവിടം വരെ ഈ കുട്ടിയെ ഷോക്കടിപ്പിക്കാൻ ഒരു മാനസിക സമ്മർദ്ദവും ഈ മനുഷ്യനുണ്ടായില്ല. പക്ഷെ ആ കുട്ടി ഒരു യന്ത്ര മനുഷ്യനായിരുന്നു.
ഒരു യഥാർത്ഥയാളല്ല, ഒരു ഡമ്മിയായിരുന്നു. ഈ ഡമ്മിയാണെന്ന വിവരം സ്വിച്ചടിക്കുന്ന മനുഷ്യന് അറിയില്ല. നിരീക്ഷകനായിരിക്കുന്നയാൾക്ക് ശാസ്ത്രം പറഞ്ഞുകൊടുത്ത് നിങ്ങൾ നിരീക്ഷിക്കണമെന്നാണ് അയാൾക്കും അറിയില്ല. ഈ ഷോക്കടിപ്പിക്കുന്നയാൾ യഥാർത്ഥ മനുഷ്യക്കുട്ടിയാണ്, ഒരു മനുഷ്യപുത്രനാണെന്ന നിലക്ക് തന്നെയാണ് ആ ഷോക്കടിപ്പിച്ചത്. ആ ലേഖനത്തിൽ പറയുകയാണ്. വേറൊരു പട്ടിക്കുട്ടിയെ ഹാജരാക്കി. ആ പട്ടിക്ക് നിശ്ചയിച്ചിട്ടുള്ള വൃത്തത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഉടനെ സ്വിച്ചടിച്ച് ഷോക്കടിപ്പിക്കണം. അവിടെ ഡമ്മിയല്ല, ഒറിജിനൽ നായ്ക്കുട്ടിയാണ്. പക്ഷേ ആ നായയും സ്വിച്ചിൽ അമർത്തിക്കൊണ്ട് ഷോക്കടിപ്പിക്കുന്നതിന് ഈ മനുഷ്യനൊരു തടസ്സവുമില്ല. അവസാനം ഈ നായ പെടഞ്ഞു മുന്നിൽ ചത്തു വീഴുന്നത് വരെ ഷോക്കിങ്ങനെ തുടരെയായി സ്വിച്ച് അമർത്തി കൊടുത്തുകൊണ്ടിരുന്നു മനുഷ്യൻ. എന്നാൽ ഒരു 4-5 കൂടുകളിൽ കുരങ്ങന്മാരെ ഇട്ടു. നല്ല ട്രെയിനിങ് കിട്ടിയ കുരങ്ങന്മാർ. ശാസ്താംകോട്ട എന്ന എന്റെ നാടിന്റെ സമീപത്ത് കൊല്ലം ജില്ലയിൽ നല്ല ട്രെയിൻഡ് മങ്കീസിനെ നമുക്ക് കാണാം. അവര് ബെല്ലടിക്കുമ്പോൾ പുറത്തിറങ്ങും, ബെല്ലടിക്കുമ്പോൾ അകത്ത് കയറും, ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ കഴിക്കും, പുറത്ത് ചന്തയിലേക്ക് പോയാൽ ഒന്നും തട്ടിപ്പറിക്കില്ല. അങ്ങനെ നല്ല ട്രെയിനിങ് കിട്ടിയ വർഗത്തിൽ ഇന്നും അവിടെ കുരങ്ങന്മാരെ വളർത്തുന്നുണ്ട്. എന്നതുപോലെ നല്ല ട്രെയിനിങ് കൊടുത്ത കുരങ്ങന്മാരെ കൂട്ടിലിട്ടിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ പരീക്ഷിച്ചിട്ട് ഈ കുരങ്ങന്മാരോട് പറഞ്ഞു, നിനക്ക് വല്ലാതെ വിശക്കുന്നുവെങ്കിൽ, ഭക്ഷണം തരണമെങ്കിൽ നിന്റെ കൂട്ടിൽ കിടക്കുന്ന മങ്കികളെ ഈ ചെറിയ നാട കടിച്ചു പിടിച്ചാൽ ഒരു ലൈനിലൂടെ അവർക്ക് ഷോക്കടിക്കും. ആ ഷോക്കടിപ്പിച്ച് അവരെ കറണ്ടടിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചാലേ നിനക്കെന്തെങ്കിലും ഭക്ഷണം തരികയുള്ളൂ. ഇത് കുരങ്ങനോട് പറഞ്ഞു. ഭക്ഷണത്തിന് കരയുന്ന കുരങ്ങൻ ഈ പ്രവർത്തനം ചെയ്യാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും ഭക്ഷണം ചോദിച്ച് കരഞ്ഞതല്ലാതെ ഈ നാടയിലൊന്ന് പിടിച്ചു വലിക്കാൻ ആ കുരങ്ങൻ തയ്യാറായില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടിൽ കിടന്ന കുരങ്ങ് മുഴുവനും ചത്തൊടുങ്ങിയിട്ടും ആ മരണവെപ്രാളത്തിനിടയിൽ പോലും എനിക്കൊരൽപ്പ ഭക്ഷണം കിട്ടട്ടെ, അതിനാര് ചത്താലും വേണ്ടില്ലെന്ന ആ മനുഷ്യനുണ്ടായിരുന്ന ചിന്ത ഈ കുരങ്ങിന് വന്നില്ല. മുഴുവൻ കുരങ്ങും ആ നല്ല ധാർമ്മികത നിലനിർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. 1 മാസം പോലും ആയില്ല, ലേഖനത്തിൽ അവർ പ്രഖ്യാപിക്കുകയാണ്. ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രാധാന്യവും അവരുടെ കരുണയും മനസ്സിലാക്കി തരാൻ ഉദാഹരിച്ച സമയത്ത് മനുഷ്യൻ എത്രമാത്രം കേടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയ ഉദാഹരണമാണ് അവർ നിരത്തിയത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓണത്തിന്റെ സീസൺ വരികയാണ്. ഹാപ്പി ന്യൂ ഇയർ പോലെ ഓണത്തിന്റെയും പുതുവർഷത്തിന്റെയും ഒക്കെ ആഘോഷ പുലരിയിൽ കുടിച്ചു തീർക്കുന്ന മദ്യത്തിന്റെ അളവ് കേരളത്തിൽ ഒഫീഷ്യലായി രേഖപ്പെടുത്തിയത് കണ്ടാൽ 2009 ഈ വർഷം ജനുവരി 1 ഏറ്റവും കൂടുതൽ കള്ള് വിറ്റഴിക്കപ്പെട്ടത് ചാലക്കുടി താലൂക്കിലാണ്. ചാരായം, പട്ടച്ചാരായമോ അല്ലെങ്കിൽ അനധികൃതമായ മദ്യവിൽപ്പനയോ ഈ റെക്കോർഡിലില്ല. ബിവറേജസ് കോർപ്പറേഷൻ മുഖേന ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്ന രീതിയിൽ ഔദ്യോഗികമായി മാത്രം വിറ്റ കള്ളിന്റെ കണക്ക് ഒരു ദിവസം 11 ലക്ഷം രൂപയുടേതാണ്. 10.25 ലക്ഷം രൂപയുമായി പൊന്നാനി താലൂക്ക്, 10.5 ലക്ഷം രൂപയുമായി തിരൂർ താലൂക്ക്. 2ഉം 3ഉം സ്ഥാനങ്ങൾ ആ രംഗത്ത് കരഗതമാക്കിയെങ്കിൽ ഇസ്ലാമിക സമൂഹം ഏറെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു പരിതസ്ഥിതിയിലാണ്
കാര്യങ്ങളുള്ളതെന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയക്കുമരുന്ന് ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് രാവിലെ വലിയൊരു IPS ഉദ്യോഗസ്ഥന് അറസ്റ്റിലായി. അയാൾ ഏത് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടയാളാണെന്നറിയുമോ? മയക്കുമരുന്നെങ്ങാണം ഏതെങ്കിലും മറയുടെ പിന്നിൽ വെച്ച് രാജ്യത്തേക്ക് കടക്കാൻ അനുവദിക്കരുതെന്ന പാറാവുകാരനായി നമ്മുടെ രാജ്യം ഏൽപ്പിച്ച IPS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ ചെയ്തത് ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടം നടത്തുകയാണ്. അതിനയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ മേഖലയിൽ എവിടെ നിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം. ലൈംഗിക അരാജകത്വത്തെ കുറിച്ച് പറയാതിരിക്കലല്ലേ നല്ലത്. നേരത്തെ പറഞ്ഞ ഇന്നത്തെ മാതൃഭൂമിയുടെ ലേഖനം തിരിച്ചറിയുക ഈ സാമൂഹിക വിപത്ത് എന്ന പേരിൽ പൊന്നോമനകൾ ചവറ്റുകൊട്ടയിൽ എന്ന ലേഖനത്തിൽ ലേഖകൻ പറയുന്നു, വലിച്ചെറിയപ്പെടുന്ന നിരവധി പിഞ്ചുമക്കൾ അപകർഷതാബോധത്തിന്റെ ഇരകളായി സ്കൂൾ കുട്ടികൾ ഗർഭിണികളാകുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ജീവനുകൾ സംരക്ഷിക്കാനും എടുത്തു മറ്റുള്ളവർക്ക് കൊടുക്കാനും നൂറുകണക്കിന് കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ക്ഷാമവുമില്ല. ക്ഷാമമില്ലെന്ന് പറയാൻ കാരണമെന്താ? നമ്മുടെ നാട്ടിൽ ആ തരത്തിലുള്ള അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ പ്രസവിക്കാൻ സൗകര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ എറണാകുളത്തും തൃശ്ശൂരും സജീവമായി ഉണ്ട്. കുട്ടികളെ കൊണ്ടുപോയി കളയണ്ട, കുറച്ചു നാള് ഞങ്ങൾ ജീവിപ്പിച്ച് ആ കുട്ടിയെ പ്രസവിച്ചിങ്ങ് തന്നാ മതി, പിന്നെ തിരികെ അന്വേഷിക്കാൻ വരരുത്, പൊയ്ക്കോളൂ. അതുകൊണ്ട് നിങ്ങൾ അവരെ ചവറ്റുകൊട്ടയിലും ഓടയിലും എറിയേണ്ടതില്ലെന്ന് പറഞ്ഞ് ഒരാശ്വാസത്തിന്റെ പേരിൽ വഴിവിട്ട ഈ ചെറിയ കുട്ടികളുടെ മുന്നിൽ പുതിയ ഓഫറുമായി ആളുകൾ കടന്നു വന്നിരിക്കുന്നു. അത്തരം കേന്ദ്രങ്ങൾ സാമൂഹിക ക്ഷേമ വകുപ്പ് ഒന്ന് സർവേ നടത്തി അനാവശ്യമുള്ളത് നിർത്തി ബാക്കിയുള്ള മേഖലയിൽ ആശ്വാസത്തിന് വേണ്ടി ചിലത് നിലനിർത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സർക്കാരുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം, ഇതിനകത്ത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഡോക്ടർ അബ്ദുൽ വഹാബ് പറയുന്നു, പഴയങ്ങാടിയിലെ ശാസ്ത്ര കൗൺസിലിംഗ് സെന്റർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 80-ൽ പരം വിദ്യാലയങ്ങളിൽ നടത്തിയ കൗൺസിലിംഗിനിടെ വ്യക്തമായ ഒരു കാര്യം, 4% പെൺകുട്ടികളെങ്കിലും ലൈംഗികാതിക്രമം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. ലൈംഗികാതിക്രമത്തിനിരയായത് 4% പെൺകുട്ടികളാണ്. 100 പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നെങ്കിൽ 4 പെൺകുട്ടികൾ കോളേജിൽ വെച്ചല്ല, സ്കൂളിൽ വെച്ച് തന്നെ അവർ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നു, അതിക്രമത്തിനിരയാകുന്നു എന്ന് വ്യക്തമായി സർവേകളിൽ വളരെയധികം വ്യക്തമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ വഹാബ് പറയുന്നു, വയറുവേദനയുമായി എത്തിയ 12-കാരിയെ പരിശോധിച്ചപ്പോൾ ഗർഭിണിയാണെന്ന് ബോധ്യമായി. മകൾക്ക് ആർത്തവം പോലും തുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് അമ്മ ചൂടായി. ഒടുവിൽ 2ാം പരിശോധനയിലും ഗർഭം സ്ഥിരീകരിച്ചപ്പോഴാണ് അവർ തെല്ലൊന്നയഞ്ഞത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മാവനാണ് ഇവിടെ കുറ്റവാളിയായത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഗർഭിണിയാക്കിയതാരാ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയുടെ അമ്മാവൻ തന്നെ. അമ്മാവൻ കസറത്ത് കാണിച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗർഭിണിയായപ്പോൾ ആ ഗർഭിണിയായ കുട്ടിയെ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയ സമയത്ത് ഇവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം മെച്ചുവറായ വിവരം അമ്മ തന്നെ അറിഞ്ഞിട്ടില്ല. ഇവൾ പ്രായപൂർത്തിയെത്താത്തവൾ, ആർത്തവം മെൻസസ് ഉണ്ടാകാത്തവൾ എങ്ങനെ ഗർഭം ധരിച്ചു എന്ന് അമ്മയ്ക്ക് ഡൗട്ട്.
എന്നാൽ രണ്ടാമതും ടെസ്റ്റ് നടത്തിയപ്പോഴാണ് പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി. ആ അമ്മയുടെ സ്വന്തം ബ്രദറാണ് അതിന്റെ കുറ്റവാളിയായ ഭീകരനെന്നും തിരിയുകയാണ്. ഈ ഒരവസ്ഥ നമ്മുടെ നാട്ടിലെ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. വേറൊരു ഡോക്ടർ ഷീലാമണി ഇതിൽ സംവദിക്കുന്നുണ്ട്. 35% മുന്നിൽ വരുന്ന ഗർഭഛിദ്രത്തിന് വേണ്ടി കടന്നു വരുന്ന കുട്ടികൾ അറിയാതെ അപകടത്തിൽപ്പെടുന്നവരാണെന്ന് പോലും ഡോക്ടർ പറയുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ മൊബൈൽ ഫോണുകളാണ് കാരണം. മൊബൈൽ ഫോണിലൂടെ ലൈംഗികതയെക്കുറിച്ച് വിക്രിയകൾ പഠിക്കാൻ വളരെ പെട്ടെന്ന് അവസരം ലഭിക്കുകയും അതവസാനം മൊബൈലിലൂടെ തന്നെ ഫലപ്രാപ്തിയിലും പ്രായോഗിക തലത്തിലും എത്തിക്കാൻ പെൺകുട്ടികളും ആൺകുട്ടികളും ശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വരെ മൊബൈൽ ഫോണുകളിലൂടെ കുറ്റകൃത്യങ്ങൾ പ്രചരിക്കുന്നു എന്ന് നാട്ടിലുള്ള മുഴുവൻ മനുഷ്യ സ്നേഹികളും വിളിച്ചു കൂവുകയാണ്. ലൈംഗിക അരാജകത്വത്തിന് നമ്മുടെ നാട് എത്രമാത്രം ഇരയായി എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണോ? സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളോട് പോലും അതാ ലൈംഗികമായ ആർത്തിയും കാമപൂർത്തീകരണവും ലക്ഷ്യം വെക്കുന്ന മനുഷ്യ പിശാചുക്കൾ ജീവിക്കുകയാണ്. വളരെ വ്യക്തമായും സംരക്ഷണത്തിന്റെ കരങ്ങൾ പ്രതീക്ഷിക്കുന്ന പിതാവിൽ നിന്ന് മോശമായ പെരുമാറ്റം സ്വന്തം മകൾക്ക് അനുഭവിക്കുകയാണ്. ഇത്രയേറെ വൃത്തികെട്ട കാലഘട്ടമാണെങ്കിൽ കാലത്തെയാണോ ചീത്ത പറയേണ്ടത്? ഈ വൃത്തികെട്ട മൃഗത്തെയാണോ കുറ്റം പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കുക. ഭീകരതയുടെ അധ്യായം വിശദീകരിക്കുന്നില്ല. ചാവേറുകളായി സ്വയം ചമഞ്ഞ് പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ ട്രെയിനിലും ബസ്സിലും കവലയിലും എയർപോർട്ടിലും ഫ്ലൈറ്റിലും വീടുകളുടെ അകത്തളത്തിലും വളരെയധികം ഭീഷണിയുടെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി മനുഷ്യ മക്കളെ ഇഞ്ചിഞ്ചായി കൊല ചെയ്യുന്നത് ലോകത്തെ ഒരു നീതിശാസ്ത്രത്തിനും ന്യായീകരിക്കാൻ കഴിയില്ല. ആ തരത്തിലുള്ള സർവ പ്രവർത്തനങ്ങളുമായി വളരെ അപകടകരമായ സഞ്ചലനമാണ് ആനുകാലിക രംഗത്ത് നമ്മൾ കാണുന്നതെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുന്നത് പോലെ നഈബു സമാനനാ, നമ്മുടെ കാലഘട്ടത്തെ നമ്മൾ ആക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിലോ ആ ഐബ് നമുക്കാണ്. വൽ ഐബു ഫീനാ, നമ്മളിലാണ് ഐബ്. കാലഘട്ടത്തിനല്ല കേടുവന്നത്, നമുക്കാണ് കേടുവന്നത്. ലൈസ ലി സമാനിനാ ഐബുൻ സിവാനാ, നമ്മളല്ലാത്ത ഒരു ന്യൂനതയും നമ്മുടെ കാലഘട്ടത്തിന് വേറെയില്ല. മൃഗങ്ങളായ കുരങ്ങന്മാരടക്കമുള്ളവർ സ്വന്തം വർഗത്തെ അവർ അതാ ആക്രമിക്കുന്നില്ല. അത് മരിച്ചു പോകുമെന്ന് കണ്ടാൽ പട്ടിണി കിടന്ന് സ്വന്തം മരിക്കാൻ തയ്യാറാവുകയാണ്. അതേ സമയത്ത് മഹാന്മാര് പഠിപ്പിക്കുന്നു, അതാ ചെന്നായ സാധാരണ മാംസം ഭക്ഷിക്കുന്ന മൃഗമാണ്. പക്ഷേ അതും അതാ സ്വന്തം വർഗത്തിന്റെ മാംസം ഭക്ഷിക്കില്ല. മനുഷ്യനാണെങ്കിലോ മനുഷ്യരെ തിന്നുന്നതിനാണ് ഇവൻ ഇൻട്രസ്റ്റ്. ബാഹ്യമായ തീറ്റിയുണ്ട്, ആന്തരികമായ തീറ്റിയുണ്ട്. ആന്തരികമായ തീറ്റിയാണ് മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ച അവന്റെ പച്ച മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹിന്റെ സമക്ഷത്തിൽ വെച്ച് സുമയ്യ റളിയല്ലാഹു അൻഹാ കടന്നു വരുന്ന ഒരു പെണ്ണിന്റെ വസ്ത്രം താണ് കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ മൊഞ്ച് പറഞ്ഞ് ആക്ഷേപത്തിന്റെ സ്വരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 കൈവിരലുകൾ തൊണ്ടയിലേക്കിടുക,
ഒരു കഷ്ണം മാംസമതാ വൊമിറ്റ് ചെയ്യുകയാണ്. അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, സുമയ്യ, ഞാൻ സമീപത്തില്ലായിരുന്നെങ്കിൽ ഈ പച്ചമാംസം നിന്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു. ഇത് പുറത്തേക്ക് കളയാൻ ഞാനുള്ളത് കൊണ്ട് നിനക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നിന്റെ അഭിപ്രായം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് അങ്ങനൊരു സഹോദരിയെക്കുറിച്ച്, സഹോദരനെ കുറിച്ച് പറയുന്നത് അവരുടെ ശരീരത്തിലെ പച്ചമാംസത്തിൽ നിന്ന് അല്പം നിന്റെ ഉള്ളിലേക്ക് കടക്കലാ. ആ അഴുക്കാണ് നീ ഒമിറ്റ് ചെയ്ത് കളഞ്ഞത്. അതുകൊണ്ട് മേലാൽ ആവർത്തിക്കരുതെന്ന് ലോകസമക്ഷം സർവസാമൂഹിക ചുറ്റുപാടുകളിലും ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പഠിക്കാൻ വേണ്ടി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. ഈ തരത്തിൽ മനുഷ്യരെ തിന്നാൻ, മനുഷ്യനും തമ്മിൽ കടിപിടി കൂടാൻ ഒരു തടസ്സവുമില്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം എത്രമാത്രം പരിതാപകരമായ, വളരെ വ്യക്തമായ താഴ്ചയിലാണ്, മൂല്യശോഷണത്തിലാണ് നാം ഉള്ളതെന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. നീതിയുടെ നീരുറവ വറ്റിപ്പോകുന്നു. പകൽ സമയത്ത് വിളക്ക് കത്തിച്ച് സോക്രട്ടീസിനെ പോലെ മനുഷ്യനെ കാണാൻ നടന്നതുപോലെ മനുഷ്യരെ കാണാനില്ല. ഈ നിലക്ക് പകല് വെളിച്ചവുമായി മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു നടക്കേണ്ടി വന്ന ഗതികേട്, യഥാർത്ഥ നീതി കിട്ടാൻ പ്രയാസം, എന്തിനധികം സ്വവർഗരതി പോലെ സാമൂഹിക രംഗത്ത് കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പഴഞ്ചൻ സമ്പ്രദായങ്ങളെ വളരെ മാന്യതയോടെ നിരോധിച്ച ഇന്ത്യയുടെ ഭരണഘടനയിലെ വകുപ്പ് പോലും എടുത്തു കളഞ്ഞ് ആ തരത്തിലുള്ള കശ്മലതയ്ക്ക് അംഗീകാരം തരണമെന്ന് സമൂഹത്തിലെ വൃത്തികെട്ട ചെരുപ്പ് നക്കികൾ മാത്രമല്ല, അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുന്നവരും ഒരു വേള നീതിന്യായ പീഠത്തിൽ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ പോലും പറയാൻ തുടങ്ങിയ ഒരു കാലഘട്ടമല്ലേ. ഇത്രയും വലിയ ദുനിയാവിൽ കിളച്ചു മറിഞ്ഞ് എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് ആലോചിക്കുന്ന ആ ഒരവസ്ഥയിൽ ഒഴുക്കിനെതിരെ നീന്താനുള്ള ഒരു ശരിയായ ഹിമ്മത്ത് നേടിയെടുത്തേ പറ്റൂ. കാരണം നാം മരിക്കേണ്ടവരാണ്. ഇവിടെ ഒരാൾക്കും ശാശ്വതമായി ജീവിതമില്ല. ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ലോകത്ത് കരുണയുടെ വറ്റാത്ത നീരുറവയും കരുണയുടെ കരകാണാത്ത കടലുമായ അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഉറക്ക സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ സാധുവായ ഞാൻ ഉറങ്ങിപ്പോകും. ഇറങ്ങിപ്പോകുമെന്ന ഭീഷണിയല്ല, ഉറങ്ങിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉറക്കരുത്, നിങ്ങൾ ഉറങ്ങുകയും ചെയ്യരുത്. മാത്രമല്ല, പുന്നാര ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിനാണ് അല്ലാഹു തആല പരിശുദ്ധ റമദാനെ ഇത്ര വ്യവസ്ഥാപിതമായി തന്നത്. നോമ്പ് നേരത്തെയുള്ള സമൂഹത്തിനുമുണ്ടെങ്കിലും ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി അടക്കം ഉൾക്കൊള്ളിച്ച ഏറ്റവും ശറഫാക്കപ്പെട്ട നോമ്പ് നമുക്ക് മാത്രമാണുള്ളത്. ഇത് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നമുക്ക് കിട്ടിയ ക്രെഡിറ്റാണ്, നമുക്ക് കിട്ടിയ ബിരുദമാണ്. യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരാളായ ഈസ നബി അലൈഹിസ്സലാം ഒരു വേള നടന്നു പോകുമ്പോൾ ഒരു കരിങ്കല്ലിന്റെ ഉള്ളിൽ നിന്ന് വലിയ ദിക്റിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഇതിന്റെ സിറൊന്ന് അനലൈസ് ചെയ്തു തരണമെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. അല്ലാഹുവിനോട് ദുആയിരുന്നു. ആ കല്ല് നെടുകെ പിളർന്നു. ഒരു മനുഷ്യൻ ഇരുന്ന് ദിക്റിലും ഇബാദത്തിലുമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എത്ര നാളായി ഇങ്ങനെ ഇരിക്കുന്നു? 1000 മാസത്തിലധികം
1000 കൊല്ലത്തിലധികം 1000 കൊല്ലമായി ഞാൻ ഇവിടെ കഴിയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നുമില്ലേ? ഇല്ല, എല്ലാം അല്ലാഹു തആല എടുത്തു മാറ്റിക്കളഞ്ഞു. എനിക്ക് നിരന്തര ഇബാദത്തിന് റബ്ബിനോട് ഞാൻ ദുആയിരുന്നു, അല്ലാഹു എനിക്ക് തന്നതാണ്, ആയുസ്സും നീട്ടി തന്നിട്ടുണ്ട്. ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, പടച്ചവനെ, ഇത്രയും നല്ല ഒരു തെറ്റിലേക്കും വീഴാത്ത ഇത്ര വലിയൊരു സാലിഹായ മനുഷ്യൻ. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ, ഇതിനേക്കാളും വലിയ സാലിഹായ മനുഷ്യൻ ലോകത്തുണ്ടാകുമോ? നിന്റെ അടുക്കൽ ഈ മനുഷ്യനേക്കാൾ മുഖറബായ ഒരു അടിമ, ഇതിനേക്കാളും നിന്നോട് സമീപസ്ഥമായ അത്രയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമായ ശ്രേഷ്ഠരായ ആളുകൾ ഉണ്ടാകുമോ? ലോകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വം ഇതല്ലയോ? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഈസാ നബിയെ, ഇതിനേക്കാളും വലിയ ശ്രേഷ്ഠതയുള്ള ആളുകൾ ഇനി വരാനുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തികളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി, അൽഹംദുലില്ലാ, ഈ ഒച്ചയിൽ അവസാനം വരെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നബി തങ്ങളുടെ ഉമ്മത്തികളിൽ ലൈലത്തുൽ ഖദ്ർ എന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒറ്റ രാത്രി കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ, അത് ശരിക്കും മുതലാക്കിയ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഇതിനേക്കാളും വലിയ റാങ്ക് അല്ലാഹുവിന്റെ അടുക്കലുണ്ട് കേട്ടോ. എന്റെ അടുക്കലുണ്ടെന്ന് പടച്ച റബ്ബ് ഈസാ നബിയോട് മറുപടി പറയുമ്പോ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ, നീ യാ റസൂലുള്ളാഹിന്റെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളിൽ എന്നെയും കൂടി പെടുത്തണം അല്ലാഹ്. മുൻകാല പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാം ദുആയിരുന്നു പോയി. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ആ ദുആ സ്വീകരിച്ച് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഖിയാമത്ത് നാളിന്റെ ഇടിപ്പടക്കത്തിനിടയിൽ സച്ചരിതരുടെ മോചനവും ലോകത്തിന്റെ ഭരണകൂടം ചലിപ്പിക്കുന്ന ചക്രവർത്തിയുമായി ഇസ്ലാമിക ഭരണകൂടത്തിന്റെ റഈസായി അവസാന കാലഘട്ടത്തിൽ ദജ്ജാലിനെ തകർത്ത് ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു അവസരം നൽകിയത്. അവസാനം ഈസാ നബി അലൈഹിസ്സലാം വരുന്നത് പ്രവാചകരായിട്ടല്ല, പുതിയൊരു ശരീഅത്തുമായിട്ടല്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്താനാണ്. നബി തങ്ങളുടെ ഉമ്മത്തിയാകണമെന്ന് മുൻഗാമികളിൽപ്പെട്ടൊരു പ്രവാചകർ ആഗ്രഹിക്കുകയും അതിന് ഭാഗ്യം ലഭിക്കുകയും ചെയ്തതിന്റെ വ്യക്തമായ മാനദണ്ഡം വിശുദ്ധ റമദാനും അതിൽ ഉൾക്കൊള്ളുന്ന നിർണായക രാത്രിയുമാണെങ്കിൽ, ഈ വലിയ ഭാഗ്യമുള്ള റമദാൻ അതിന് തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികൾ, റബ്ബേ, ഈ വർഷം എൻ്റെ റൂഹ് പിടിക്കാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് വിശുദ്ധ റമദാനിലാക്കി എന്നെ നീ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ദുആയിരന്നിരുന്ന മഹാന്മാരുണ്ട്. ആ വിശുദ്ധ റമദാനിന്റെ പകലുകളും രാത്രികളും ധന്യമാക്കിയവരുണ്ട്. ലയാലിഹാ അൻവറു മിനൽ അയ്യാം, രാത്രികൾ പകലിനേക്കാൾ പ്രശോഭിതമായ ആ രാത്രികളെ ഹയാത്താക്കി മുതലാക്കിയ മഹാന്മാരുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, അവിടുന്ന് പള്ളയുടെ ഭാഗത്ത് നിരവധി രോഗങ്ങളുള്ള സമയത്ത് പോലും റമദാനിൽ ഒരു ദിവസം 2 ഖത്ം തീർക്കുക എന്ന പതിവ് തെറ്റിച്ചിട്ടില്ല. നമ്മളാണെങ്കിലോ കഴിഞ്ഞ വർഷമൊക്കെ റമദാൻ വരുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമ്മൾ ദുആയിരുന്നു, പടച്ചവനെ, റമദാൻ ഇങ്ങ് കിട്ടിയാൽ മതി, ഞാൻ മുതലാക്കിയേക്കാം. റമദാൻ വിട പറഞ്ഞ് പെരുന്നാളിന്റെ ദിനമെത്തിയപ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തിരിയുന്നത്. 30 ഖത്ം തീർത്ത മഹാന്മാരുണ്ട്, 60 ഖത്ം റമദാനിൽ തീർത്ത ശാഫിഈ ഇമാമുണ്ട്. അവരൊക്കെ കടക്കുന്ന സ്വർഗത്തിൽ പോകാൻ 1 ഖത്ം പോലും തീർത്ത
ആ ഒരു പ്രത്യേകമായ പദവിയില്ലാത്ത നമുക്കെങ്ങനെ കഴിയും? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാൻ ഈ വിശുദ്ധ റമദാനിൽ കൂടുതൽ അവസരം നൽകുമാറാകട്ടെ. പ്രത്യേകം ദ്വാരക്കുകയാണ്. ആ വിഷയത്തിൽ ഇവിടെ ചർച്ച ഉള്ളതുകൊണ്ട്, നാളത്തെ ദിവസം ഇവിടെ സംഭാഷണമുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, റമദാൻ നമ്മുടെ വിളിപ്പാടകല നിൽക്കുമ്പോഴും ധാർമ്മിക രംഗത്ത് സാമൂഹികമായ ചലനങ്ങൾ വളരെ അപകടകരമായ നിലയിലാണ്. വളരെ ആപത്ത് നിറഞ്ഞ അന്തരീക്ഷമാണ് കാണുന്നത്. മാനുഷിക ബന്ധങ്ങൾ മുഴുവനും തകർന്നു തരിപ്പണമാകുകയാണ്. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒഴുക്കിനനുസരിച്ച് നീന്താനാണെങ്കിൽ ഒരു വലിയ പ്രത്യേകതയും ഹിദായത്തും ഈമാനും ആവശ്യമില്ലായിരുന്നു. കാലഘട്ടത്തിന്റെ കുസൃതിക്കനുസരിച്ച് പ്രവർത്തിക്കാനാണെങ്കിൽ നമുക്കൊരു പ്രവാചകരുടെ ആവശ്യമില്ലായിരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാങ്ങിത്തന്ന ഈ ഗ്രേറ്റ് ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് മാവേലി സ്റ്റോറിൽ ക്യൂ നിൽക്കുന്ന ഗൗരവം പോലുമില്ലാതെ പരിശുദ്ധ റമദാനിലെ വലിയ പുണ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നീങ്ങുന്ന നിർഭാഗ്യവാന്മാരിൽ പെടാതെ, അനുസരണയില്ലാത്ത നന്ദി കെട്ടവരിൽ പെടാതെ, അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലക്ക് ഈ റമദാന്റെ തൊട്ടു മുന്നിലുള്ള ഈ വേദിയിൽ എനിക്കൊരു വലിയ തിരിച്ചറിവ് ആവശ്യമാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ചാണ് എൻ്റെ റൂഹ് പിടിക്കപ്പെടുക, എവിടെ വെച്ചാണ് ഞാൻ മരിക്കുക, ഒരാൾക്കും അറിയില്ല. അല്ലാഹു ആ തീരുമാനം അങ്ങനെ സാധാരണ നിലക്ക് അറിയിച്ചു തന്നിട്ടില്ല. മാത്രമല്ല, എന്നാണ് മരിക്കുക? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഷാഫി ഇമാമിനോട് അസൂയ തോന്നിയ ചില ഉലമാക്കൾ ഷാഫി ഇമാമിന്റെ പ്രസക്തി ഒന്ന് കുറച്ച് കാണിക്കണമെന്ന കൊതിയോടെ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന വലിയ പണ്ഡിത പ്രതിഭയാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി വസ്സമാ. ആകാശഭൂമികൾ നിറയുന്ന വൈജ്ഞാനിക ഭണ്ഡാകാരത്തിന്റെ ഉടമയായ ഖുറൈശി പാരമ്പര്യമുള്ള ആലിമാണ് ഇമാം ശാഫിഈ. ആ ഇമാം ശാഫിഈയുടെ മുമ്പിൽ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഖുർആൻ കൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയണം. ആ വാദം ബാലിശമാണെന്ന് ഇമാം ശാഫിഈ തിരിച്ചു മറുപടി പറഞ്ഞു. ഖുർആൻ കൊണ്ട് തന്നെ മറുപടി പറയണമെന്ന വാദം ഇപ്പോഴും ബിദ്ഈ കക്ഷികൾ ആവർത്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആ വാദം ബാലിശമാണ്. പരിശുദ്ധ ഹദീസിന്റെയും കർമ്മശാസ്ത്രത്തിന്റെയും പ്രസക്തി നഷ്ടപ്പെടുത്താൻ പാടില്ല. അതേ സമയത്ത് ഇന്ന് നിങ്ങൾ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതാണെങ്കിൽ ഇന്ന് ചോദിക്കുന്നതിന് മുഴുവൻ ഖുർആൻ കൊണ്ട് മാത്രം ഞാൻ മറുപടി പറയുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ചറപറ മറുപടി പറഞ്ഞ് ആനുകാലിക രംഗത്തെ ഭീഷണിയെ പുല്ല് വില വെക്കാതെ ആ സൂയക്കാരായ പണ്ഡിത വേഷധാരികളെ മുഴുവൻ പരാജയപ്പെടുത്തി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് അതിലൊരു ചോദ്യം ചോദിച്ചു. 63 വയസ്സിലാണ് പുന്നാര റസൂലുള്ളാഹി വഫാത്താകുന്നതെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടല്ലോ. 63ാമത്തെ സൂറത്തിലാണ് മരണത്തിന്റെ വ്യക്തമായ അറിയിപ്പ് നൽകിയ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ ശരീരവും പിന്നെ പിന്തിക്കുകയില്ല. ഈ പറഞ്ഞ പ്രഖ്യാപനം നടത്തിയത് 63ാമത്തെ സൂറയിലാണെന്നതിന്റെ തെളിവ്
63-ാമത്തെ വയസ്സിൽ മുഹമ്മദ് മുസ്തഫ യാത്രയാകുമെന്നാണെന്ന് മറുപടി പറഞ്ഞ് ഇമാം ശാഫിഈ ശത്രുക്കളെ തിരിച്ചുവിടുകയാ. ആ തരത്തിൽ വളരെ വ്യക്തമായ സൂചനകൾ കിട്ടിയ റെയർ കേസുകൾ മഹാന്മാരിൽ ഉണ്ടാകാം. അതേ സമയത്ത് സാധാരണ നിലയ്ക്ക് എവിടെ വെച്ചാണ് എന്നാണ് നമ്മൾ മരിക്കുക അറിയാൻ കഴിയില്ല സഹോദരങ്ങളെ. എത്രയോ ആളുകളാണ് പ്രതീക്ഷിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളെയാണ് പെട്ടെന്ന് മരണം അതാ ഇരയാക്കുന്നത്. എത്രയോ നല്ല ചെറുപ്പക്കാരായ ആളുകൾ അവരതാ ചതഞ്ഞരഞ്ഞ് നടുറോഡിൽ വീഴുകയാണ്. എത്രയോ കാലം ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചവരാണ്. അതുകൊണ്ട് മരണം എന്നാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല. ഈ ഉയർത്തിയ കൈയുണ്ടല്ലോ, താഴ്ത്തിയത് റബ്ബിന്റെ തീരുമാനമാണ്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം സമാപിപ്പിക്കുമെന്ന് ഗ്യാരണ്ടിയില്ല. കേൾക്കാൻ വന്ന നിങ്ങൾ കേട്ട് തിരികെ വീട്ടിലെത്തുമെന്ന് ഗ്യാരണ്ടിയില്ല. അത്രയും വലിയ വളരെ നിഷ്കർഷമായ എന്നാൽ ഡെഫിനിറ്റായി ഏത് ടൈമെന്നോ ഏത് സ്ഥലമെന്നോ പറയാൻ പറ്റാത്ത, ആർക്കും നിഷേധിക്കാനാകാത്ത പ്രതിഭാസമാണ് മരണം കേട്ടോ. മരിക്കരുതെന്ന് കൊതിച്ച പലരും ഉണ്ടായിരുന്നു. ICUവിൽ മാത്രം, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ മാത്രം കഴിഞ്ഞുകൂടിയ കെന്നഡിയെ പോലെയുള്ളവരെയും മരണം പുൽകിയില്ലേ. ബുള്ളറ്റ് പ്രൂഫ് കാറിൽ മാത്രം സഞ്ചരിച്ച ജീവിതം സമയമായപ്പോ ഡ്രൈവറുടെ ക്യാബിനിൽ മാത്രം ഒരു ചെറിയ ഓപ്പണിങ്, കൃത്യമായി അതിലൂടെ പാഞ്ഞു വരുന്ന വെടിയുണ്ടാ VVIPയുടെ ജീവൻ കവർന്നില്ലേ. തങ്ങളുടെ മുന്നിൽ അതാ സ്നേഹവായ്പോടെ മാത്രം സമൂഹത്തെ കണ്ട അർദ്ധനഗ്നനായ ഫക്കീറെന്ന് വൈദേശികൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വൃത്തികെട്ടവർ രാജ്യത്തെ അടക്കി ഭരിക്കുമ്പോൾ വിളിച്ചാക്ഷേപിച്ചതുപോലും പൂമാലയായി സ്വീകരിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരമായി പോരാടിയ ഗാന്ധിജിയെ അതാ നാഥുറാം ഗോഡ്സെ എന്ന അടുത്തു നിൽക്കുന്നയാൾ നിറയൊഴിച്ച് കൊല്ലുമെന്ന് ഗാന്ധിജി പ്രതീക്ഷിച്ചില്ല. തൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും അപകടം വരുത്താൻ ശ്രമിച്ചാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ശത്രുക്കളെ പ്രതിരോധിക്കാൻ നിർത്തിയിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ കയ്യിലാണ് തന്നെ വധിക്കാനുള്ള വെടിയുണ്ടയുള്ളത് എന്ന് ഇന്ദിരാഗാന്ധി അറിഞ്ഞിരുന്നില്ല. എല്ലാവരും ശ്രീ പെരുമ്പത്തൂരിലെത്തിയപ്പോ മാലയിട്ട് കെട്ടിപ്പിടിച്ച് വളരെയധികം പ്രത്യേകമായ ഗിഫ്റ്റുകൾ നൽകി സ്വീകരിക്കുമ്പോ മാലയിട്ട ശേഷം കാല് തൊട്ടു വന്ദിക്കാനും നമസ്കരിക്കാനുമായി അതാ താഴേക്ക് കുനിഞ്ഞ അണ്ണാച്ചിപ്പെണ്ണ്, തനു എന്ന അണ്ണാച്ചിപ്പെണ്ണ് തൻ്റെ ഘാതകയായിരിക്കുമെന്ന് രാജീവ് ഗാന്ധി പ്രതീക്ഷിച്ചിരുന്നില്ല. ബേനസീർ ഭൂട്ടോയുടെ ആരവത്തിന് അതാ ഒരറ്റത്തു നിന്ന് ഒരറ്റമെത്തുന്നത് വരെ നീളമുണ്ടാകുമെന്ന് കരുതിയ ഭൂട്ടോയുടെ ആ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രസംഗം വഴിയിൽ വെച്ച് അവസാനിക്കുമെന്ന് ബേനസീർ കരുതിയില്ല. ഇങ്ങനെ ലോകത്ത് പ്രതീക്ഷിക്കാതെ എല്ലാവരെയും പിടികൂടിയ മരണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെയും പിടികൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദുനിയാവ് സുഖിക്കാനുള്ളതാണെന്ന് വെച്ചുകൊണ്ട് ദോദീഫയെന്ന കാമുകനുമായി പാരീസിന്റെ തെരുവോരങ്ങളെ ഞെട്ടിവിറപ്പിച്ചുകൊണ്ട് അതാ വലിയ കൂറ്റൻ ബിൽഡിങ്ങിന്റെയും പാലത്തിന്റെയും ഇടയിലൂടെ ഇരച്ചു പാഞ്ഞു പോകുന്ന കാറ് മറിഞ്ഞാലും അപകടം വരാത്ത മെഴ്സിഡീസിൽ അല്ലെങ്കിൽ തത്തുല്യമായ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് പാരീസിന്റെ പാലത്തിൻ്റെ അടിയിലെ തൂണ് തൻ്റെ അന്തിമ കൂദാശയ്ക്ക് കാരണമാകുമെന്ന്
ഡയാന ആലോചിച്ചിരുന്നില്ല. ഇങ്ങനെ ഏതെല്ലാം മരണങ്ങൾ ഉദാഹരിക്കാനുണ്ട്. അതുകൊണ്ട് മോനെ ഫതസവ്വദ്, നീ ഒരു വലിയ യാത്രയ്ക്കുള്ളവനാണെന്ന് മനസ്സിലാക്കുക. ആ യാത്രയ്ക്കുള്ള വിഭവം നീ കരുതി വെക്കുക. എവിടെ വെച്ചാണ് ആ യാത്രക്ക് പാസ് കിട്ടുക അറിയില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഒരു വേള ചെറിയൊരു ചിരി കേൾക്കുകയാണ്. ആ ചിരി ആരുടേതെന്നറിയുമോ? സുലൈമാൻ നബിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ചിരിയാണ്. കാരണം ചിരി പ്രകൃതിയിലില്ലാത്ത മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമാണ് ചെറുതായി ഒന്ന് ചിരിച്ചത്. ചെറിയ ചിരിയാണെങ്കിലും സുലൈമാൻ നബിക്ക് അത്ഭുതമായി പോയി. കാരണം ചിരി നേച്ചറിലില്ലാത്ത മലക്കാണ്, അഥവാ ചിരിക്കുന്ന പ്രകൃതിയില്ലാത്ത നേതാവാണ്. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേറാജിന്റെ രാത്രിയിലും നമുക്കത് പരിചയമുള്ളതല്ലേ. എല്ലാ വാനലോകത്തും മർഹബ ചൊല്ലി റസൂലുള്ളാഹിനെ സ്വീകരിച്ച് പുഞ്ചിരിയോടെ സുസ്മേരവദനരായി പ്രവാചകന്മാരും മലായിക്കത്തും റസൂലുള്ളാഹിനെ വരവേൽപ്പ് നടത്തുമ്പോ ഹൈബത്ത് കൈവിടാതെ, ഗൗരവം കൈവിടാതെ മർഹബ ചൊല്ലി റസൂലുള്ളാഹിനെ സ്വീകരിച്ച് സലാം മടക്കിയെങ്കിലും ആ പ്രകൃതിപരമായ ഗൗരവം കൈവിടാതെ ഒരു മലക്കിനെ നബിതങ്ങൾ കാണുന്നു. ഗൈഡായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ഇതാരാണ് ഇങ്ങനെ ഗൗരവം കൈവിടാത്തയാൾ? നബിയെ, അത് ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും, മക്കൾക്ക് മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് മക്കളെയും സുഹൃത്തുക്കൾക്ക് സുഹൃത്തിനെയും, രാജാവിന് പ്രജയും പ്രജയ്ക്ക് രാജാവിനെയും നഷ്ടപ്പെടുത്തുന്ന ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാമാണ്. ചിരി പ്രകൃതിയിലില്ല നബിയേ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അസ്റായീൽ ചിരിക്കുന്നത് കാണുമ്പോ സുലൈമാൻ നബിക്ക് അന്ന് തന്നെ അത്ഭുതം തോന്നുകയാണ്. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, അല്ല, ചിരി നിങ്ങളുടെ പ്രകൃതിയിലില്ലാത്തതല്ലയോ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ സുലൈമാൻ നബിയോട് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, മഹാനരായ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് അന്ന് ഗൈഡായി ജിബ്രീൽ അലൈഹിസ്സലാം അസ്റായീലിനെ പരിചയപ്പെടുത്തി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അസ്റായീൽ അലൈഹിസ്സലാം അങ്ങ് ചിരിക്കുന്നത് കാണുമ്പോ സുലൈമാൻ നബി അതിന്റെ വിശദീകരണം ചോദിച്ച സമയത്ത് അസ്റായീൽ പറയുന്ന, ഒരു പാവം മനുഷ്യൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് കാറ്റിനെ ലിഫ്റ്റായി ചോദിച്ചില്ലേ, നിങ്ങൾ ലിഫ്റ്റായി കാറ്റിനെ വിട്ടുകൊടുത്തില്ലേ? അയാൾ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 1000 ചില്ലാനം കിലോമീറ്ററുകൾക്കപ്പുറയുള്ള അയാളുടെ വീടിന്റെ ഉമ്മറത്ത് വെച്ചാണ് അയാളുടെ റൂഹ് പിടിക്കാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോ അയാൾ ഇത്രയും വലിയ ഡിസ്റ്റൻസിലാണുള്ളത്. ഇയാളുടെ റൂഹാണല്ലോ 3-4 നിമിഷങ്ങൾക്കകം പിടിക്കേണ്ടത്. അയാൾ ഇവിടെ നിൽക്കുന്നയാൾ അവിടെ എങ്ങനെ എത്തുമെന്ന് ഞാനൊന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ആ പാവപ്പെട്ടവൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട്, എൻ്റെ വീട്ടിലൊന്ന് കാറ്റിനെ ലിഫ്റ്റാക്കി ഏൽപ്പിച്ചു വിടുമോ? കാറ്റിനെ അധീനപ്പെടുത്തി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിച്ചൊരു പ്രവാചകനാണ് സുലൈമാൻ നബി. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് കാറ്റിനെ എനിക്കൊരു ലിഫ്റ്റാക്കി തരുമോ വീട്ടിലെത്താൻ എന്ന് ചോദിച്ചപ്പോ സുലൈമാൻ നബി കാറ്റിനോട് പറഞ്ഞു, ഈ മനുഷ്യനെ അവിടെ എത്തിച്ചു കൊടുക്കുക. അയാളെയും കൊണ്ട് കാറ്റ് എൻ്റെ സൈറ്റിൽ എത്ര വേഗം എത്തിയെന്നറിയുമോ? എൻ്റെ ഇര കൃത്യസമയത്ത് എൻ്റെ സൈറ്റിലെത്തുന്ന രംഗം കണ്ട്
ഞാനങ്ങ് ചിരിച്ചു പോയതാണ് സുലൈമാൻ നബിയേ. മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെയാണ് മരിക്കുന്നത് നമുക്കറിയാൻ കഴിയില്ല. എന്നാണ് നമ്മുടെ അന്ത്യം, അത് പറയാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ മരണമാകുന്ന വലിയ യാത്ര നിനക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴേ ആ യാത്രക്കുള്ള തയ്യാറെടുപ്പ് വേണം കേട്ടോ. ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടിയാൽ നമ്മുടെ തയ്യാറെടുപ്പ് എത്ര വലുതാ. ചെറുപ്പക്കാരെല്ലാ സദസ്സിലും ചെല്ലുമ്പോൾ ദ്വാരക്കാൻ പറയും, ഉസ്താദെ ഒന്ന് ഗൾഫിലേക്കുള്ള യാത്ര എളുപ്പമാകാൻ ദ്വാരക്കണം. യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ ശരിയായോ? യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഗൾഫിലേക്കുള്ള എല്ലാം ശരിയായോ എന്ന് ചോദിക്കുമ്പോ എല്ലാം ശരിയായി. ഇനി രണ്ട് കാര്യം മാത്രമേ ശരിയാകാനുള്ളൂ. ഒന്ന് വിസയും, ഒന്ന് പാസ്പോർട്ടും. ഇത് രണ്ടും കിട്ടിയിട്ടില്ല. എന്നിട്ടും ദ്വാരക്കാൻ അങ്ങ് പറച്ചില്ല. ആ യാത്രയെ കുറിച്ചുള്ള ധാരണയല്ലേ അത്. യഥാർത്ഥത്തിൽ പാസ്പോർട്ടും വിസയില്ലാത്തവർക്ക് പോകാൻ പറ്റൂല. എന്നിട്ടും ആ യാത്ര മുന്നിൽ കണ്ടുകൊണ്ട് ദ്വാരപ്പിക്കാൻ മെനക്കെടുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് നീ ബുദ്ധിപരമായി ചിന്തിക്കുന്നവനാണെങ്കിൽ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വാചകം നബിതങ്ങൾ പറഞ്ഞതല്ലേ, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. മോനെ, നീ ദുനിയാവിൽ ഒരു പരദേശിയാ. കലൂര് സ്വദേശിയല്ല, കലൂര് നിങ്ങളുടെ താൽക്കാലിക ടെന്റാ. വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയ മുതലാളിമാർ ആ ബിൽഡിങ്ങുകളെ കാലിയാക്കി അവർ യാത്രയായി. ചിലരാ ബിൽഡിങ്ങിലേക്ക് കയറി പറ്റിയ പോലുമില്ല. ആ ബിൽഡിങ്ങിന്റെ പാലുകാച്ച് നാളെ നടക്കുന്നുവെങ്കിൽ ഇന്നതിന്റെ ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന സമയത്ത്, ടൈൽസിന്റെ മേക്കപ്പ് വരുത്തുന്ന വേളയിൽ, പോളിഷ് ചെയ്യുന്ന സമയത്ത് ഷോക്കടിച്ചിട്ട് വീട്ടുകാരൻ വടിയായി കിടക്കുന്നു. പിറ്റെന്ന് പാലുകാച്ചിനെത്തിയവർ ജനാസ സംസ്കരിക്കാൻ കൂടുന്നു. എത്ര അനുഭവങ്ങളാണ്. അതുകൊണ്ട് കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, നീ പരദേശിയായി ജീവിക്കുക. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ വഴി വിട്ട് കിടക്കുന്നവനായി മാറുക. അത്രേ നിനക്ക് ഇവിടെ ജീവിതമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാ ഒരാള് ഹൈവേ ഒന്ന് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. വലിയ പാടാണ് നമ്മുടെ ഹൈവേ ക്രോസ് ചെയ്യാൻ. അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടുന്ന് വരുന്ന വാഹനങ്ങളും ഒക്കെ ഒന്ന് പൊയ്ക്കോട്ടെ, എന്നിട്ട് എങ്ങനെയെങ്കിലും ചാടി അക്കരെ കിടക്കാം എന്ന് പറഞ്ഞ് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ടൈമില്ലയോ, ഉഖറവിയായ ലോകത്തെ അപേക്ഷിച്ച് മോനെ, ഈ ദുനിയാവിലെ നിന്റെ ടോട്ടൽ ലൈഫ് ഈ വെയിറ്റ് ചെയ്യുന്ന നിമിഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ നീ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കോ. ശഫീഉനാ റസൂലുള്ളാഹി, നീ ഇപ്പൊ തന്നെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കോളൂ. ഇത് ശരിക്കും ചിന്തിച്ച മഹാന്മാരായ ആളുകൾ ഖബറിൽ 1 മണിക്കൂർ നേരം കയറിയിരുന്ന് ഖുർആനോദി ആ വീടാണ് എനിക്കുള്ള വീടെന്ന് ചിന്തിച്ചുകൊണ്ട് ദുനിയാവിൽ ആഖിറത്തെ ആലോചിച്ചു ജീവിച്ച മഹാന്മാരില്ലയോ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഇരുളിന്റെ ഭിത്തിയുമാണതിൽ കിടക്കുന്നത്. ഇങ്ങനെ തുടങ്ങി എത്രയോ വിശദീകരണങ്ങൾ നൽകാൻ പറ്റിയ ഏകാന്തമായൊരു ജീവിതത്തിനു വേണ്ടി അല്ലാഹു നമുക്ക് തെരഞ്ഞെടുത്തു തരുന്ന
ആ ഖബറിലേക്ക് നിന്റെ ശരീരത്തെ ഇപ്പോഴേ കണക്ക് കൂട്ടിക്കോ മോനെ. അതാണ് നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി